റെക്കോർഡ് ചെയ്യുന്നേ. ഈ അടയ്ക്കാരെന്ന് പറയാൻ കാരണം അതാ ഞാനും ചോദിക്കണം. ഈ അടക്കാരായി അടയ്ക്കാൻ ഇഷ്ടമായിരുന്നു. ഞാൻ അങ്ങനെ അടക്കാൻ പോട്ടുള്ള കാരണമൊന്നുമാണ്. പിന്നെ എന്നാ ഈ പോലീസുകാർ ഇട്ടിരിക്കുന്ന ഒരു പേര് അടയ്ക്കാനും. കാരണം ഞാനിങ്ങനെയാ, ഇത്രേ ഉള്ളൂ, നല്ല കട്ടയാ. എന്നാ രാധാകൃഷ്ണ എസ് ഐ എന്ന് പറഞ്ഞ ഒരു എസ് ഐ ഉണ്ടായിരുന്നു. ഇടിച്ച് ശരിയാക്കി. ആ എസ് ഐ എന്നെ കുനിച്ച് അങ്ങ് നിർത്തി ഇടിക്കാനായിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല കവറമല്ലേ. പുള്ളി ഒരു 7 അടി 8 അടി പൊക്കമുണ്ട്. ആ കാലിന്റെ ഇടവിൽ ഇറങ്ങി ഞാൻ വേറെ കാലിലോട്ട് പോയി. അന്ന് കിട്ടിയ പേരാണ് അടയ്ക്കാനും. അങ്ങനെയാണ് എനിക്ക് അടക്കാരായി ഒന്ന് പേര് കിട്ടുന്നത്. അതാ സത്യം. അല്ലാതെ ശരിക്കും ഉപദ്രവിച്ചല്ലേ പോലീസ്? ശരിക്കും എന്റെ പഴയ ഫോട്ടോയൊക്കെ കാണുമായിരുന്നു. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു. നഖത്തിനിട്ടല്ല അവര് ചെയ്തിരിക്കണ കൈക്കകത്ത് ഈ നമ്മുടെ ഈ ഉള്ളം കൈക്കകത്ത് വട്ട് വെച്ചിട്ട് മേശക്കാല് കയറ്റി വെച്ചിട്ട് 3-4 പേര് ഒരു 10-70 കിലോ ഉള്ളവര് കയറിയിരുന്ന എങ്ങനെയിരിക്കും? അത് കിടിഞ്ഞ് ഇവിടെ വന്നു ഇങ്ങനെ ബോള് പോലെ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനാ എനിക്ക് കൂടുതൽ ഈ ശോഭകൾ കിട്ടിയിരിക്കണേ. അതിനാ ഈ ശോഭകൾ കിട്ടിയിരിക്കണേ. ഇപ്പൊ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഇപ്പം ഞാൻ തടിപ്പണിയാ. മരത്തിന്റെ സഖാവാണോ? അതെ, ഞാൻ സഖാവ് കഴിഞ്ഞു. ഞാനൊരു പാർട്ടി പ്രവർത്തനം. പാർട്ടി മെമ്പറാണോ? അതിലുള്ള പാർട്ടി മെമ്പറാണോ? യൂണിയനിൽ പണിയെടുക്കുന്ന ഞാൻ നിങ്ങളെ സമ്മതിച്ചിരുന്നതിന്റെ കാര്യമുണ്ടല്ലോ. ഇത്രയും ഉണ്ടായിട്ട് പോലും നിങ്ങൾ മാറിയില്ല. അതെങ്ങനെയാ ഞാൻ മാറുന്നത്? അതാ ഞാൻ പറയുന്നത്. അതാണ് ഒരു മനുഷ്യന്റെ സഹനശക്തി എന്ന് പറയുന്നത്. ആ ചെറിയ ശക്തി എന്നെ ഇപ്പൊ എവിടെ നിന്നെല്ലാം വിളിച്ച് എനിക്ക് ഇത് പറയുന്നുണ്ടെന്ന് അറിയാം. എന്നാലും ഹാപ്പിയോ ന്യൂയോ ഏതാണ്ടെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അച്ഛനെ ഇഷ്ടപ്പെട്ടു, അച്ഛൻ ഞാൻ ആദ്യം വരുമ്പോ ഇവിടെ വരെ അമേരിക്കയിൽ നിന്ന് വരെ എന്നെ വിളിച്ചിരുന്നു. രാവിലെ വിളിച്ചോ? രാജു, ഫേസ്ബുക്കിലെ ഒക്കെ ഒരു 10-60 പേരുടെ പ്രൊഫൈല് നിങ്ങളുടെ പടമാണ്. സിദ്ദിഖ് ഷമീർ എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആളുകളുടെ പ്രൊഫൈല് നിങ്ങളുടെ പടം. രാവിലെ തന്നെ എത്ര പേര് വന്നറിയോ? നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരമാണ് അവസാനം കിട്ടിയത്. എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അറിയാതെ വേണ്ടത് എന്നായിരുന്നു അറിയോ? എന്റെ കുഞ്ഞിന് നീതി വേണമായിരുന്നു. ആ കുഞ്ഞിന്റെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആങ്ങളമാരുണ്ടോ പെങ്ങന്മാരുണ്ടോ അനിയത്തിയുണ്ടോ പേടത്തിയുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്റെ മകൾക്ക് കിട്ടേണ്ട നീതി ആ കുഞ്ഞിന് കിട്ടും. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് രാജു കാര്യം മനസ്സിലാക്കുക. നിങ്ങള് ഇന്ത്യയിലെ ഇന്നത്തെ സിസ്റ്റം ഇല്ലയോ അതിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഒരാൾ കേസ് നിൽക്കുന്നു, ഒരു ഇത് വിറ്റ്നസ് ആകുന്നു, അതാകുന്നു, ഇതാകുന്നു. അതിനെ നിങ്ങൾ തോൽപ്പിച്ചു. കാരണം ഇവരെല്ലാം അവസാനം മാറും. നിങ്ങൾ മാറിയേയില്ല, ഉറച്ചു നിന്നു. ഈ ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിച്ചത് അതാണ് നിങ്ങൾ. അപ്പം ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം അതിനെ നിങ്ങൾ തോൽപ്പിച്ചു. അതിലാണ് എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹം. സത്യം. തെറ്റിനെ കൂട്ടു നിൽക്കുകയാണ്. അതാ പറഞ്ഞ് ആ സിസ്റ്റത്തെ നിങ്ങൾ പൊളിച്ചു. ആ സിസ്റ്റത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ് ഈസ് ഐ എം റിയലി കൺഗ്രാജുലേഷൻ. ഗ്രേറ്റ്ഫുൾ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഇന്നലെയും പറഞ്ഞ ഇന്നലെ വൈകിട്ടാണോ മിനിയാന്നാണോ? ഇന്നലെ വൈകിട്ട് നമ്മള് ഇന്നലെ വൈകുന്നേരമാണ് പൂരത്തെറി പറഞ്ഞു. ഇവരെ കണ്ടിട്ട് കള്ളനാന്ന് പറഞ്ഞു. എന്ത് മോശമായിപ്പോയി. സോറി. സോറി കേട്ടോ. ഒന്നാമത്തെ കാര്യമായി മുഖംമൂടി വെച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരെയൊന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അത്രയും വലിയ ഇത് പോകാറായില്ല. ഇതിനെത്ര പൈസ വന്നിട്ടുണ്ട്? 1000 പൈസ ഉണ്ടല്ലോ പ്രശ്നം. അല്ല ഇതുണ്ട്, സാധനമൊക്കെ എന്റെ കയ്യിലുള്ളൂ. നമ്മുടെ ഉള്ളിൽ പഴയ സാധനം ഉണ്ടോ കൈ? കഞ്ചാവ് വലിയില്ല. പണ്ട് ഞാൻ കഞ്ചാവ് വലിക്കുന്നു. ഒരു മിനിറ്റ്, ഒന്നും കൂടെ ലേപ്പിൽ വെച്ച് കൊടുക്കട്ടെ. മതി മതി. നിങ്ങളുടെ ഒരു സാധനം കൊടുക്കാം നമുക്ക്. ലേപ്പിൽ വെച്ച് കൊടുക്കാം. ലേപ്പലിന്റെ ലേപ്പലില്ല ഈ കാരണോ എന്ന് പറഞ്ഞാ വെച്ചല്ലേ? അല്ല ഇത് റെക്കോർഡ് ചെയ്തില്ലയോ? ഇത് മതി മതി ഇത് മതി ഇത് മതി. പീയൂഷൊക്കെ ഒന്ന് ഇഷ്ടംപോലെ എടുത്തില്ലയോ? പീയൂഷിനൊക്കെ വരട്ടെ അല്ലേ? പീയൂഷ് ഞാൻ
ഇപ്പോഴും തീർച്ചയായും. സന്തോഷം. ഇപ്പോഴാ ഞാൻ ഈ അക്കൗണ്ട് നമ്പർ കൂടുതലായിട്ട് ഈ പുള്ളിയെ സഹായിക്കാൻ ഉള്ളതായിട്ട് താല്പര്യപ്പെടുന്നവര് സഹായിക്കട്ടെ. സാറ് രാവിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സാറ് രാവിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആണോ? ക്യാൻസർ. സഹായിക്കാൻ താല്പര്യമുള്ളവർ സഹായിക്കട്ടെ. എനിക്ക് വേണ്ട. ഇവരൊക്കെ അറിയോ? രാജീവിനെ അറിയോ? ഇല്ല, അറിയത്തില്ല. രാജീവ് കൈരളിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു. അതെല്ലേ? മോഹൻ ഡയറക്ടർ ആയിരുന്നു. പ്രോഗ്രാം ഡയറക്ടർ ആയിരുന്നു. മോഹൻ മനോരമയിലായിരുന്നു. അതെ. ഞാൻ മനോരമയിലായിരുന്നു കേട്ടോ. മനോരമയിലായിരുന്നു. മോഹൻ 17 വർഷം മനോരമയിലായിരുന്നു. 17 വർഷം. എന്താ പോകുന്നത്? ഞാൻ 2002 പോന്നു. 85 തൊട്ട്. ഉല്ലാസമൊക്കെ ഉള്ളപ്പോ ഉണ്ടോ? പിന്നെ ഉല്ലാസമൊക്കെ ഉള്ള- മോഹൻ പക്ക അച്ചായൻ ജേർണലിസ്റ്റ് അല്ലേ? പോട്ടെ എന്നാ. പോയിട്ട് വാ. പോയിട്ട് വരണോ? ചേട്ടാ ഒന്നുകൂടെ ഓർത്തോണം. മാത്യു സാമുവൽ എപ്പോ വിളിച്ചാലും ഓർത്തോണം. അല്ല എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ മതി. ആ കള്ള് തന്ന പാർട്ടിയാന്ന് പറഞ്ഞാൽ മതി അല്ലേ? ആ അതെ. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞതാ രാജു ഇതേ സിമത്തു. രാജു ഞാൻ പറഞ്ഞു ഇത് കൊടുക്കണ്ട, ആ കാശ് കൊടുത്താണെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞതല്ല. എനിക്ക് ഭയങ്കര ഇപ്പോഴാ സന്തോഷം. എന്താണെന്നറിയോ, നിങ്ങളൊക്കെ വന്ന് ഈ എന്നെ- ആര് കള്ളു കൊടുത്ത് തന്നോ? അതുകൊണ്ട് നിങ്ങളോട് കൊടുത്തോ കള്ള? ഇല്ലില്ല, ഞാനൊരു ഇല്ല പൈസ തന്നെ. പൈസ ആ വേറെ കള്ള ഒരാൾ ആര് കൊടുത്തു തന്നോ? വേറെ ഒരാള് അത് ഞാൻ ഷാപ്പിൽ നിൽക്കുമ്പോഴാണ് ഷാപ്പിൽ കൊണ്ടുപോയിരുന്നു വരുമോ. അതിൽ കള്ള് മേടിച്ചു തന്നോ? കള്ള് മേടിച്ചു തന്നു, അല്ല കൊണ്ടു തന്നില്ല. ഇല്ലത് ഈ സാധനം തന്നെ. അല്ല അതിന്റെ കുപ്പി അതിനകത്ത് കൊണ്ട് അതാ ഈ സാധനം കിട്ടത്തില്ല, ഇത് നല്ല വിലയുള്ള. അതും വരെയുള്ളൂ. അതാ ചുമ്മാ ഒന്നുമല്ലോ. വിഷനെടുക്കുമ്പോ അത് വരണ്ടല്ലോ. ഇതുപോലത്തെ ഒരു കുപ്പിയാ എനിക്കും കൊണ്ട് തന്നെ. ഈ പൈസ പലരും അയച്ചു തരാതെ ചെലവാക്കരുത് കേട്ടോ. എനിക്ക് ചെലവാക്കണ്ട. ഈ വീടൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ഈ വീടല്ല എനിക്ക് വേണ്ട. എനിക്ക് ഇതിന്ന് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ നിന്ന് മാറി. അതാ പറഞ്ഞ പൈസ വരും. അത് ഇത് ഈ വീട് നന്നായി കഴിയുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാശ് കിട്ടും. ഇല്ല ഇത് വിൽക്കാൻ പറ്റത്തില്ല. അതിനാ ഇത് പഞ്ചായത്തിന്റെ ആയതുകൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. അത് തന്നെയല്ല ഇത് എനിക്ക് മറ്റേ വിൽക്കുമൊന്നും വേണ്ട. സ്വപ്നം എനിക്കൊരു അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കൊടുത്തായിരിക്കും. ഈ കോളനിയിലെ 6 പേർക്ക് പറഞ്ഞില്ലേ 3 സെന്റ് വീട്. 3 സെന്റ് വീട്. എന്നാ പോവാം നമുക്ക്. വളരെ രോമം വല്ല വിളിച്ചോ? എന്റെ വാട്സാപ്പിലൊക്കെ